അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേഷൻ എന്താണ്, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, മീനിങ്, ഡെഫിനിഷൻ, അങ്ങനെ കോർപ്പറേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പം കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഓൾഡ് ആസ് ഹ്യൂമൻ സൊസൈറ്റി. അതായത് ഹ്യൂമൻ സൊസൈറ്റി ഉള്ള ഒരു കാലത്തെ നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ എന്താണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റ് ചെയ്യുക, എല്ലാവരും കൂടെ ഒന്നായി ചേർന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്ന വർക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് രണ്ട് വേർഡിൽ നിന്നാണ്. കോ എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നും അതുപോലെ തന്നെ ഓപ്പറാരി എന്ന് പറയുന്ന മറ്റൊരു ടേമിൽ നിന്നും. അപ്പോൾ കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് രണ്ട് വേർഡിൽ നിന്നാണ്. കോ എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നും അതുപോലെ തന്നെ ഓപ്പറാരി എന്ന് പറയുന്ന മറ്റൊരു ടേമിൽ നിന്നും. അപ്പോൾ എന്താണ് നമുക്ക് കോ അല്ലെങ്കിൽ ഓപ്പറാരി എന്ന് നോക്കാം. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡാണ് നമ്മൾ ഈ പറഞ്ഞ കോ ആൻഡ് ഓപ്പറാരി. അപ്പം രണ്ട് ലാറ്റിൻ വേർഡ് ചേർന്നിട്ടാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ പദം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ടേമാണ് കോയും ഓപ്പറാരിയും. ഇനി എന്താണ് കോ? കോ മീൻസ് വിത്ത്. കോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിത്ത് കൂടിച്ചേർന്ന്. ആൻഡ് ഓപ്പറാരി മീൻസ് ടു വർക്ക്. ഓപ്പറാരി എന്ന് പറഞ്ഞാൽ വർക്ക്. സോ നമുക്ക് സമപ്പ് ചെയ്ത് പറയാം എന്താണ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടു വർക്ക് വിത്ത്, അതായത് ഒരുമിച്ച് ഒന്നായി ചേർന്ന് കൂട്ടായി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ ഓപ്പറേഷൻ. കോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്, ഒരുമിച്ച് ചേർന്ന് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ ഓപ്പറേഷൻ. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പദം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റ് ചെയ്ത സമയത്തെ ഉണ്ടായിരുന്നു. നമുക്കിനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്ന് പറയുന്ന പദം എവിടെ നിന്ന് വന്നു? അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടേം ഒരു ലാറ്റിൻ പദമായ കോ ആൻഡ് ഓപ്പറാരി എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കോ എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന് അർത്ഥമാക്കും, അതുപോലെ തന്നെ ഓപ്പറാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറയും. സോ കോ ഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഓർ ആക്ട് ടുഗദർ. എന്താണ്? ഒന്നെങ്കിൽ വർക്ക് ടുഗദർ ചെയ്യുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ആക്ട് ചെയ്യുക. രണ്ടും സെയിം അർത്ഥം തന്നെ, വർക്ക് ടുഗദർ അല്ലെങ്കിൽ ആക്ട് ടുഗദർ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് കൂട്ടായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്? ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത്, മറിച്ച് ഒരു കോമൺ പർപ്പസ്, ഒരു കോമൺ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കോമൺ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ ഓപ്പറേഷൻ. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. രണ്ട് ലാറ്റിൻ പദങ്ങൾ ചേർന്നാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കോ എന്നും ഓപ്പറാരി എന്നും പറയുന്ന രണ്ട് വേർഡ് ടേംസ് ആണ്. കോ എന്ന് പറഞ്ഞാൽ വിത്തെന്നും ഓപ്പറാരി മീൻസ് വർക്ക്. അപ്പം നമുക്ക് കോപ്പറേഷനെ എന്തായിട്ട് പറയാം? വർക്കിംഗ് ടുഗദർ ഓർ ടു ആക്ട് ടുഗദർ, ഒന്നായി പ്രവർത്തിക്കുക. ഇനി ആ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത്, മറിച്ച് എന്താണ്? ഒരു കോമൺ പർപ്പസ് അല്ലെങ്കിൽ ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കണം. ആ കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിൽ കൂട്ടായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ ഓപ്പറേഷൻ. നമുക്ക് ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ. ഇനി ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ട്. ആ ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നിലനിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നമുക്ക് സ്വയം സഹായവും അതുപോലെ തന്നെ പരസ്പര സഹായവും. അപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു മെയിൻ ഐഡിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് ഈ ഒരു ടേം, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. പരസ്പരം സഹായിക്കുക, അതേപോലെ തന്നെ സ്വയം സഹായവും ഉണ്ടാവുക. അതാണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഇനി അടുത്താണ് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം, ഈച്ച് ഫോർ ഓൾ ഉണ്ട്, ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തർക്കും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുന്നു. ഇതാണ് കോർപ്പറേഷൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ഐഡിയയുടെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഐഡിയ ആണ് നമ്മളീ പറഞ്ഞത്. എന്താണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സ്വയം സഹായവും അതുപോലെ തന്നെ എന്താണ്? പരസ്പര സഹായവും ഉണ്ടാകുക. ദെൻ നമ്മൾ അടുത്ത ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഫോർ ഓൾ അല്ലെങ്കിൽ ഓൾ ഫോർ ഈച്ച്.
ഒരാൾക്ക് വേണ്ടി എല്ലാവരും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാളും പ്രവർത്തിക്കുക, അതാണ് കോ ഓപ്പറേഷൻ. അപ്പോൾ കോപ്പറേഷന് എല്ലാ എക്സാംസിനും ചോദിച്ചു വരുന്നതാണ് കോപ്പറേഷൻ്റെ ഐഡിയ, അതായത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നമ്മളിനി കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പഠിച്ചാലും അതിലെല്ലാം ഈ ഒരു ടേം ഉണ്ടായിരിക്കും, സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും. അതേപോലെ തന്നെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ചിന് മറ്റൊരു ടേമിൽ നമ്മൾ പറഞ്ഞാണ് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും പ്രവർത്തിക്കുക. ഇതാണ് നമ്മുടെ കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ് കോപ്പറേഷൻ്റെ ഒരു ബേസിക് മീനിങ് ആണ്. എന്താണ് കോപ്പറേഷൻ, അല്ലെങ്കിൽ ഏത് ടേമിൽ നിന്നാണ് കോപ്പറേഷൻ ഡിറൈവ് ചെയ്തത്, ആ ടേമിൻ്റെ അർത്ഥം എന്താണ്, ഈ കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോപ്പറേഷൻ്റെ അടിസ്ഥാനം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം കോപ്പറേഷൻ്റെ കുറച്ച് ഡെഫിനിഷൻസ്. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ ഓവിയൽ മേത്ത എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോക്കാം. എ വാസ്റ്റ് മൂവ്മെന്റ്. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാസ്റ്റ് മൂവ്മെന്റ് ആണ്. ദെൻ വിച്ച് പ്രൊമോട്ട്സ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നത്. അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുകയോ ആരെങ്കിലും നിർബന്ധിക്കുകയോ അങ്ങനെ മറ്റൊരു തരത്തിലുമല്ല. അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരമാണ് രണ്ടോ അതിലധികം പേര് കൂടിച്ചേർന്ന് ഇത്തരത്തിലൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്. അതാണ് ഓവിയൽ മേത്ത പറയുന്നത്. ഇത്രയേ ഉള്ളൂ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇതിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ് ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവരവർ സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. ഹാവിങ് കോമൺ നീഡ്സ്. എന്നിട്ട് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഓരോരുത്തരും ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഹാവിങ് കോമൺ നീഡ്സ്, ഇവരെല്ലാം കൂടെ കൂടിച്ചേരുന്നത് അവരുടെ പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതു ആവശ്യങ്ങൾ, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു കോപ്പറേഷൻ രൂപം കൊള്ളുന്നത്. അപ്പം ഇൻഡിവിജ്വൽസ് ഹാവിങ് കോമൺ നീഡ്സ്. അപ്പം ആ ഇൻഡിവിജ്വൽസിന്റെ പ്രത്യേകത അവർക്ക് എന്താണ്, ഒരു കോമൺ നീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹു കമ്പൈൻ ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഇക്കണോമിക് നീഡ്സ്. എന്നിട്ട് ഇവർ കമ്പൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഈ കോമൺ ഇക്കണോമിക് നീഡ്സ് അച്ചീവ് ചെയ്യുക, നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പം ഓവിയൽ മേത്ത പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇനി ഈ വാസ്റ്റ് മൂവ്മെന്റിൽ എന്താണ്, വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസ് അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷനായിട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഹാവിങ് കോമൺ നീഡ്സ്, ആ ഇൻഡിവിജ്വൽസിന്റെ പ്രത്യേകത അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ നീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ കോമൺ നീഡ്സ്, ഈ കോമൺ ഇക്കണോമിക് നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്. ഇതാണ് ഓവിയൽ മേത്ത പറയുന്ന കോപ്പറേഷൻ്റെ ഒരു ഡെഫിനിഷൻ. നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. OH കാൾവേർട്ട്. അപ്പോൾ OH കാൾവേർട്ട് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഇതെന്താണ്, ഒരു ഓർഗനൈസേഷനാണ് അല്ലേ, ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ്. സെയിം ഒരേ അർത്ഥം തന്നെ പലരും പല വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, മീനിങ് ഒന്ന് തന്നെയാണ്. എന്താണ്, ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. വേറിൻ ഇതിൻ്റെ പ്രത്യേകത പേഴ്സൺസ് വോളണ്ടർലി അസോസിയേറ്റ് ടുഗദർ. കണ്ടോ, പേഴ്സൺസ് എന്താണ്, വോളണ്ടർലി അസോസിയേറ്റ് ചെയ്യുകയാണ്. അതായത് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം അവർ അസോസിയേറ്റ് ചെയ്യുകയാണ്, കൂടിച്ചേരുകയാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുകയാണ്. എന്തിനാ, ആസ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് തന്നെയാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാളിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ്. അപ്പോൾ അവരുടെ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് എന്നല്ല, ആ കൂടിച്ചേർന്ന് എല്ലാവർക്കും ഒരു കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ ആ കോമൺ ഇൻട്രസ്റ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാളിറ്റി. അവിടെ എന്തില്ല, കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ അടിസ്ഥാനത്തിലോ ഇനി ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെ ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സൺസ് വോളണ്ടറിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് കോപ്പറേഷൻ എന്നാണ്
ആര് പറയുന്നത്? OH കാൾവേർട്ട് പറയുന്നത്. OH കാൾവേർട്ട് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ, ഇതൊരു ഓർഗനൈസേഷൻ തന്നെയാണ്. വേറിൻ ഇതിൻ്റെ പ്രത്യേകത പേഴ്സൺസ് വോളണ്ടർലി അസോസിയേറ്റ് ടുഗദർ, പേഴ്സൺസ് വോളണ്ടർലി അതായത് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം അസോസിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാളിറ്റി, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നത്? ഇക്വാളിറ്റി, ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും ഒരേ അവകാശങ്ങളും എല്ലാവർക്കും ഒരേ അധികാരങ്ങളുമാണ് ആ ഒരു കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടായി പ്രവർത്തിക്കുക എന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത ഒരു മെയിൻ ഡെഫിനിഷൻ നോക്കാം. ആരാണ്? അക്കോർഡിംഗ് ടു ICA, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. അപ്പം ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് പറഞ്ഞ ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഉള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ പറയാം, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. എല്ലാ കോഓപ്പറേറ്റീവ്സിനെയും പ്രൊമോട്ട് ചെയ്യാനും അവരുടെ ഓരോ കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും അതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷന് ICA, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. അപ്പോൾ ICA എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അവരുടെ റെഗുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. അപ്പോൾ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് കോർപ്പറേഷനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ICA, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കണ്ട, എന്താണ്? ഒരു ഓട്ടോണമസ് അസോസിയേഷൻ ആണ്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻഡിവിജ്വൽസ്, ഇതിലെ മെമ്പേഴ്സ് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഒരു അസോസിയേഷനായിട്ട് ഫോം ചെയ്യുകയാണ്. അതാണ് ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്വന്തം താല്പര്യപ്രകാരം അവർക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. യുണൈറ്റഡ് വോളണ്ടർലി ടു മീറ്റ് ദെയർ കോമൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്. എന്തൊക്കെയാണ്? അവരുടെ ഇക്കണോമിക്, സാമ്പത്തികപരമായും സാമൂഹികപരമായും പിന്നെന്താ കൾച്ചറൽ നീഡ്സിനും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇത്രയും കൂടെ ചേരുന്ന അവരുടെ കോമൺ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് കൂടിച്ചേർന്ന് ഒരു അസോസിയേഷനായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഓപ്പറേഷൻസ്. ആൻഡ് ആസ്പിറേഷൻസ് ത്രൂ ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. ഇനി കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഡെമോക്രാറ്റിക് റൂൾസ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതായത് വൺ വോട്ട് ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്. അല്ലാതെ കൂടുതൽ ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകത എന്താ? കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്ക് കൂടുതൽ അധികാരം. അതുപോലെ ക്യാപിറ്റലിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് അവിടെ ഓരോരുത്തരിലും അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ കോർപ്പറേഷൻ അങ്ങനെയല്ല. എത്രയോ ക്യാപിറ്റൽ ഓരോരുത്തരും കൊണ്ടുവന്നോട്ടെ, എന്നാൽ എല്ലാവർക്കും ഒരേ റൈറ്റ് ആണ്. ഈച്ച് വോട്ട് ഫോർ വൺ, ഓരോരുത്തർക്കും ഒരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ICA, കോർപ്പറേഷൻ ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഒരു ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. യുണൈറ്റഡ് വോളണ്ടർലി ടു മീറ്റ് ദെയർ കോമൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്. ഇക്കണോമിക്കും സോഷ്യലും അതുപോലെ തന്നെ കൾച്ചറൽ നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിച്ചേർന്നതാണ്. ആൻഡ് ആസ്പിറേഷൻസ് ടു ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. ജോയിൻ്റ്ലി ഓൺഡ്, അവർ എല്ലാവർക്കും ഒരേ അവകാശം തന്നെയാണ് ആ ഒരു അസോസിയേഷനിൽ ഉള്ളത്. ആൻഡ് കൺട്രോൾഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചതാണ്? കോർപ്പറേഷൻ എന്താണ്, കോർപ്പറേഷൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് നോക്കാം കോർപ്പറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഡിസ്കസ് ചെയ്തതിനകത്ത് നിന്നെല്ലാം ഇതിൻ്റെ ഓരോ ഫീച്ചറും പറഞ്ഞാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കോർപ്പറേഷൻ എന്ന് പറയുന്ന ടേം വരുമ്പോഴേ നമുക്ക് അറിയാം എന്താണ് ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അപ്പോൾ കോർപ്പറേഷൻ എന്താണ്? ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേഷൻ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വെൻ a group of individuals join hand and form an
ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ് നിലവിൽ വരുന്നത്? ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ജോയിൻ ഹാൻഡ്സ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒന്നായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഓർഗനൈസേഷനായി മാറുമ്പോഴാണ് അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു അസോസിയേഷനായിട്ട് മാറുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? അതൊരു കോപ്പറേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്? കോഓപ്പറേഷൻ. അടുത്ത പോയിന്റ് ആൻ എന്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്. ഇനി നോക്കാം, കോപ്പറേഷൻ എന്ത് തന്നെയാണ്? ഒരു എന്റർപ്രൈസ് ആണ്, അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ പോലെ കോപ്പറേഷനും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്ത് തന്നെയാണ്? ഒരു എന്റർപ്രൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. കോപ്പറേഷൻ ലേസ് സ്ട്രെസ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഈസ് ബേസിക്കലി ആൻ എന്റർപ്രൈസ്. കണ്ടോ, കോപ്പറേഷൻ എന്താണ്? എത്തിക്കൽ സ്റ്റാൻഡേർഡ്, എത്തിക്സ് വിട്ടൊന്നും കോപ്പറേഷൻ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ കോപ്പറേഷൻ എപ്പോഴും ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ആൻഡ് ബേസിക്കലി ഇറ്റ് ഈസ് ആൻ എന്റർപ്രൈസ്. ഇതെന്താണ്? ഒരു എന്റർപ്രൈസ് ആണ്. അപ്പം എത്തിക്കൽ സ്റ്റാൻഡേർഡ് വിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും കോപ്പറേഷൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ കോപ്പറേഷൻ എന്താണ്? ബേസിക്കലി ഒരു എന്റർപ്രൈസ് ആണ്. ഇറ്റ് ഈസ് റൺ ബൈ മെമ്പേഴ്സ് ദംസെൽഫ് അറ്റ് ദെയർ ഓൺ കോസ്റ്റ് ആൻഡ് റിസ്ക്. ഇനി കോപ്പറേഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നാണ് എന്ത് നടത്തിക്കൊണ്ട് പോകുന്നത്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ റിസ്കുകളും ബെയർ ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും? ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം മെമ്പേഴ്സ് ജോയിൻ്റ്ലി കൺട്രോൾ ദ ഓർഗനൈസേഷൻ ഓർ ദ എന്റർപ്രൈസ്. മെമ്പേഴ്സാണ് ഈ എന്റർപ്രൈസ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് ആയാലും റിസ്ക് ആയാലും മറ്റെന്ത് കാര്യമാണെങ്കിലും അതെല്ലാം ആര് തന്നെയാണ്? ഈ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മെമ്പേഴ്സ് തന്നെയാണ് മുന്നോട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. എന്താണ്? കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, അതുപോലെ തന്നെ ഇതൊരു എന്റർപ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു കൂട്ടം ആളുകൾ ജോയിൻ ചെയ്ത് ഒരു അസോസിയേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായി മാറുന്നു. അതിനുശേഷം നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിസ്ക്കും കോസ്റ്റും പ്രോഫിറ്റും എല്ലാം അസോസിയേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ മെമ്പേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. നമ്മൾ ഈ 3 ഡെഫിനിഷൻ പറഞ്ഞു, കാൾവേർട്ടിൻ്റെ, മേത്തായുടെയും അതുപോലെ തന്നെ ICAയുടെയും ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. അതിലെല്ലാം നമ്മൾ ഊന്നി പറഞ്ഞ ഒരേ ഒരു കാര്യം ഏതാണ്? കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. ഓരോരുത്തരും അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്റർപ്രൈസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ആരും ആരെയും ഫോഴ്സ് ചെയ്യുകയോ ഒന്നുമല്ല. അപ്പോൾ വോളണ്ടറി അസോസിയേഷൻ ആണ്. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽ എപ്പോഴും ഫ്രീ ടു ജോയിൻ ദ സൊസൈറ്റി ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റി അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരവും ഇഷ്ടപ്രകാരവും ഏത് സമയം വേണമെങ്കിലും സൊസൈറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഏത് സമയം വേണമെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയും ചെയ്യാം. ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്, കമ്പൽസറി അസോസിയേഷൻ അല്ല, മറിച്ച് ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഏത് സമയം വേണമെങ്കിലും സൊസൈറ്റിയിലെ മെമ്പറായിട്ട് മാറാം. അതുപോലെ തന്നെ മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എപ്പം ഇതിൽ മെമ്പർഷിപ്പ് വിഡ്രോ ചെയ്യണമെന്ന് തോന്നണോ ആ സമയത്ത് അയാൾക്ക് ഇതിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാനുള്ള ഒരു റൈറ്റ് കൂടി ഉണ്ട്. അതാണ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അടുത്തതാണ് സർവീസ് ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും? ഒന്നുമില്ല, പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രൈം എയിം എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യുക?
ലാഭം നേടുക എന്ന് തന്നെയാണ്. അപ്പം എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൽ നിന്ന് വിഭിന്നമായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്, ആൻഡ് നോട്ട് പ്രോഫിറ്റ് മോട്ടീവ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, മറിച്ച് എന്താണ്, സർവീസ് മോട്ടീവാണ്. സേവനങ്ങൾ കൊടുക്കുക, അതായത് അതിൻ്റെ മെമ്പേഴ്സിനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വേണ്ട ആവശ്യങ്ങൾ, സൊസൈറ്റിക്കും ആവശ്യമായ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. പ്രോഫിറ്റ് ഇതിൻ്റെ ഒരു ലക്ഷ്യമേ അല്ല. എന്നാൽ എന്താണ്, നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് കിട്ടും. എന്നാലും ഇതിൻ്റെ പ്രൈം എയിം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. സർവീസ് ഒബ്ജക്റ്റീവ്. The main object of cooperative society is to serve its members rather than to earn profits. അപ്പോൾ പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഉപരി കോപ്പറേറ്റീവ് സൊസൈറ്റി എയിം ചെയ്യുന്നത് എന്താണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ, ടു സെർവ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ മെമ്പേഴ്സിനെ സെർവ് ചെയ്യുക, മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സൊസൈറ്റിക്ക് ആവശ്യമായ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, മെമ്പേഴ്സിന് ആവശ്യമായ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 4th ഫീച്ചറാണ് സർവീസ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഇതുവരെ 4 ഫീച്ചേഴ്സ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, രണ്ടാമത്തെ ഇതൊരു എന്റർപ്രൈസ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ് അല്ലേ, ഇൻഡിവിജ്വൽസിന് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് ടൈം വേണമെങ്കിലും റിസൈൻ ചെയ്ത് പോകാനുള്ള റൈറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട്. ദെൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയാണ് സർവീസ് ഒബ്ജക്റ്റീവ്. ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മെമ്പേഴ്സിനെ സെർവ് ചെയ്യുക, സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ആര്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരാൾക്ക് കൂടുതൽ അവകാശം അല്ലെങ്കിൽ മറ്റേ ആൾക്ക് കുറവ്, അങ്ങനൊന്നുമല്ല. എല്ലാവർക്കും തുല്യ അവകാശം, 1 man 1 vote, ഒരാൾക്ക് 1 വോട്ട്. ഇനി അയാൾ കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ അയാൾ കുറച്ച് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൈറ്റിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. എത്ര തന്നെ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും അയാൾ ആ അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ മെമ്പറാണോ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അയാൾക്കും അതായത് ആ ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി, ദാറ്റ് ഈസ് 1 man 1 vote. ഡെമോക്രസിയുടെ കാർഡിനൽ പ്രിൻസിപ്പിളായ 1 man 1 vote എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോളോ ചെയ്യുന്നത്. ദ അഫയേഴ്സ് ആർ ഹാൻഡിൽ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ്, കുറേ ഇൻഡിവിജ്വൽസ് ജോയിൻ ചെയ്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറി. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ട്, അവരെല്ലാം അതിലെ മെമ്പേഴ്സാണ്. ഇനി നമ്മുടെ ഈ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ മെമ്പേഴ്സിനിടയിൽ നിന്ന് തന്നെ നമ്മൾ ആരെ സെലക്ട് ചെയ്യും, ഒരു കൂട്ടം ആളുകളെ സെലക്ട് ചെയ്യും. അവരെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ അഫയേഴ്സും നടത്തിക്കൊണ്ട് പോകുന്നത്. ദ അഫയേഴ്സ് ആർ ഹാൻഡിൽഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വോട്ടിംഗ് സിസ്റ്റം വെച്ചിട്ടാണ്. അതായത് നമുക്ക് താല്പര്യമുള്ള ഒരാളെ നമുക്ക് എന്തായിട്ടാണ് നമ്മുടെ ബോർഡ് മെമ്പറായിട്ട് സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ ഓരോ മെമ്പേഴ്സിനും ഉണ്ട്. അതാണ് ദ അഫയേഴ്സ് ആർ ഹാൻഡിൽഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ അഫയേഴ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദി ക്യാപിറ്റൽ ഡസ് നോട്ട് ഗെറ്റ് എനി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓവർ ഹ്യൂമൻ ബീങ് ഇൻ കോർപ്പറേഷൻ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസം നമുക്കറിയാം അല്ലേ, ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകത ആരാണോ കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ അവകാശം. എന്നാൽ കോർപ്പറേഷൻ അങ്ങനെയല്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഇവരുടെ റൈറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചല്ല ഓരോരുത്തർക്കും അവരവരുടേതായ അവകാശങ്ങൾ കൊടുക്കുന്നത്. എല്ലാവർക്കും തുല്യ അവകാശം, എല്ലാവർക്കും 1 വോട്ട്, അതേ ഉള്ളൂ ഏതെന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ മെയിൻ അടിസ്ഥാനം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇക്വിറ്റി.
ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു ഡെഫിനിഷൻ്റെ അകത്തും പറഞ്ഞാണ്, ഇക്വാളിറ്റിയുടെ ബേസിസിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇക്വാളിറ്റിയുടെ ബേസിസിലാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഒരേ അവകാശം. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ. എന്തില്ല? ആർക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇല്ല. എമംഗ് മെമ്പേഴ്സ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും മെമ്പേഴ്സിനിടയിൽ തന്നെ ഇല്ല. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിനിടയിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇല്ല. ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്, പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സോ ഓൺ. ഇനി മെമ്പേഴ്സ് എല്ലാം എന്താണ്? ഒരു പാർട്ടി, ഇപ്പം ഒരാൾ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണ്, മറ്റാൾ RSS ആണ്, അല്ലെങ്കിൽ BJP ആണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മെമ്പേഴ്സിനിടയിൽ അവർ ഓരോരുത്തരും ഓരോ പാർട്ടി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമുക്കത് എന്തിനെ ബാധിക്കില്ല? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അത് ബാധിക്കുന്നതേ ഇല്ല. അവർ ആരാണ്? ഈക്വൽ ഇൻ ദ അസോസിയേഷനിൽ അവരെല്ലാം എന്താണ്? ഈക്വൽ ആണ്. യാതൊരു തരത്തിലുള്ള പ്രയോറിറ്റി യാതൊരു വ്യക്തികൾക്കും കൊടുക്കാറില്ല. ഓൾ ആർ ഈക്വൽ ഇൻ ദ ഓർഗനൈസേഷൻ. അതാണ് ഇക്വിറ്റി. അപ്പോൾ ബേസിസ് ഓഫ് ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 6 പോയിന്റ് വരെ ഡിസ്കസ് ചെയ്തു. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഫീച്ചേഴ്സ്? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്ത് നോക്കാം, നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹിക ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനം. ദർ ഇസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇൻ കോർപ്പറേഷൻ. കോർപ്പറേഷനിൽ ക്യാപിറ്റലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്നോ യാതൊരു തരത്തിലുള്ള എന്തുമില്ല, ഡിവിഷനും ഇല്ല, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസും ഇല്ല. സോഷ്യൽ ജസ്റ്റിസിൽ സാമൂഹിക നീതിക്കനുസരിച്ചാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. സാമൂഹിക നീതിക്കനുസരിച്ചാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. കൂടിയവനെന്നോ അല്ലെങ്കിൽ കുറഞ്ഞവനെന്നോ ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എവിടെ ഇല്ല? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. അപ്പോൾ ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് എവിടെ ഇല്ല? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് എന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനോ തമ്മിലുള്ള വ്യത്യാസമൊന്നും എവിടെ ഇല്ല? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദർ ഈസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇൻ കോർപ്പറേഷൻ. ക്യാപിറ്റലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്നോ ഇനി താഴേക്കിടയിലുള്ളവരോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും എന്തില്ല? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. ഇതൊരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക നീതിക്കനുസരിച്ചാണ് നമ്മുടെ എന്ത് പ്രവർത്തിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് സോഷ്യോ ഇക്കണോമിക് മൂവ്മെൻറ്റ്. ആർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. അപ്പോൾ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ നമുക്ക് ഓവറോൾ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അപ്പം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ നമുക്ക് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ് ഓഫ് ദ കൺട്രി എന്ന് കൂടി പറയാം. അതായത് നമ്മുടെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികപരവുമായ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് തന്നെ നമുക്ക് എന്തിനെ പരിഗണിക്കാം? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പരിഗണിക്കാം. അപ്പോൾ എന്താണ് സോഷ്യോ ഇക്കണോമിക് മൂവ്മെൻറ്റ്? എ പാർട്ട് ഓഫ് സോഷ്യോ ഇക്കണോമിക് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റി മൂവ്മെൻറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ എന്താണ് കോപ്പറേറ്റീവിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത നോക്കാം, പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാളിറ്റി. ഇനി പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇക്വാളിറ്റിയുടെ ബേസിസിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പം നമ്മളെന്താണ്
പ്രോഫിറ്റ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സർവീസ് മോട്ടീവ് ആണെങ്കിലും നമ്മളൊരു ഓർഗനൈസേഷൻ കുറച്ച് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഒബ്വിയസ്ലി എന്തുണ്ടാവും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ മെമ്പേഴ്സ് ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നു അതിനനുസരിച്ചാണ് ആ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് അവരുടേതായ ഷെയർ ആയിട്ട് മാറത്തുള്ളൂ. ഇപ്പോൾ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയിലെ ഗുഡ്സ് വാങ്ങുന്ന അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ നടത്തുന്നതനുസരിച്ച് അത് മെമ്പേഴ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ മെമ്പേഴ്സ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ഷെയർ ഓഫ് പ്രോഫിറ്റ് അവർക്ക് ചെല്ലുമോ അതിനനുസരിച്ചാണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ മെമ്പർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലല്ല. ആ മെമ്പർ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കാം, പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ഇക്വാലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിൽ പ്രൊപ്പോർഷണാലിറ്റി അനുസരിച്ചാണ്. അവർ എന്തുമാത്രം ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നു അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോഫിറ്റിൻ്റെ ഭാഗം ആരിലേക്ക് എത്തിച്ചേരും, ആ അതാത് മെമ്പറിലേക്ക് എത്തിച്ചേരും. അല്ലാതെ ഒരിക്കലും ആ മെമ്പർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ ആ സൊസൈറ്റിയുമായി അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് അവരിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് നോട്ട് അക്കോർഡിംഗ് ടു ഷെയർ ടേക്കൺ ബട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അപ്പം അവർ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഷെയർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാനത്തിലല്ല പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, മറിച്ച് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. അപ്പം ആ മെമ്പർ എന്തൊക്കെ ബിസിനസ് ഓപ്പറേഷൻസ് ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റ് അവരിലേക്ക് എത്തിച്ചേരുന്നത്. ആസ് ബിൻ അഫക്റ്റഡ് വിത്ത് ദ സൊസൈറ്റി. അപ്പോൾ അതാണ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ മെമ്പർ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നു അപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിലേക്കുള്ള പ്രോഫിറ്റ് എത്തിച്ചേരുന്നത്. ആൻഡ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി ഓർ ദ ഷെയർ ടേക്കൺ. അപ്പം സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ ഷെയർ എടുത്ത അനുസരിച്ചോ അല്ല, മറിച്ച് അവരുടെ ഒരു ട്രാൻസാക്ഷൻ്റെ ബേസിസിലാണ് അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത പോയിന്റാണ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു ചെറിയ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് ലോകമെമ്പാടും ഉണ്ടായ ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്താണ്? ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ തന്നെ മുന്നോട്ട് വെച്ച ഒരാശയമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്